ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ രീതിയിലുള്ള വറുത്തരച്ച കടലക്കറിയാണ്. വളരെ ടേസ്റ്റി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന വളരെ വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ഈ ഒരു നാടൻ കറി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി വറുത്തരച്ച കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനിവിടെ കുക്കറിലോട്ട് 1.5 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേദിവസം രാത്രിയിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം രാവിലെ ഞാനിവിടെ കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബൾജായി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള ക്യൂബ്സ് ആക്കി നമുക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ വേണമെങ്കിലും ആഡ് ചെയ്തോളൂ. ഞാനിവിടെ ക്യൂബ്സ് ആക്കിയാണ് കട്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കടലയിലോട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലോട്ട് നേക്കെ കടലയുടെ ശകലം മേളിലോട്ട് വരുന്ന അത്രയും ഭാഗം നമുക്ക് വെള്ളം ചേർത്ത് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 4 to 5 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് കടുകും താളിച്ച് മസാലകൾ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി എല്ലാം നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമ്മൾ കടുക് വറുക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ട് 1 ടീസ്പൂണ് എണ്ണ ചേർത്ത് തന്നെ, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി ഒരു 5-6 ഞാൻ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്ത് അത് ആഡ് ചെയ്തു. ഒരു വത്തലമുളക് അതും കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി വന്നതിന് ശേഷം നമുക്ക് സ്ലൈറ്റ്ലി ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു 2 ടീസ്പൂണ് നാളികേരം തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രഷ് ആയിട്ടുള്ള നാളികേരമാണ്. അതും കൂടെ ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടി കൊടുക്കാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഗോൾഡൻ ഷെയ്ഡ് ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പില, നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു കരിവേപ്പിലയാണ്, അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടുക് താളിച്ച് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ, അതായത് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതേ സെയിം കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഏകദേശം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രഷ് ആയിട്ട് ചിരകിയ നാളികേരം ഒരു 5 ടേബിൾ സ്പൂൺ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് ഈ വക എല്ലാം നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്ക് വഴട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിക്കായും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്താലും മതി കേട്ടോ, എന്തായാലും നമ്മൾ അരയ്ക്കാനുള്ളതാണ്. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വഴട്ടി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഇനി നന്നായിട്ട് ആ മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴട്ടി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നമ്മുടെ മിക്സി ജാറിലോട്ട് ചേർത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയതാ ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒന്ന് അരച്ചെടുത്ത മിക്സി ജാർ നമുക്ക് ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കടല ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം. നോക്കിക്കോളൂ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കടല വെന്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഓൾറെഡി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് കുറുകി വന്നോളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി അരപ്പ് ചേർത്തതിന് കാരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ ആയതിനു ശേഷം നമുക്ക് കടുക് താളിച്ച് വെച്ചിരിക്കുന്ന കടുവും എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ ഇതുപോലെ ഒന്ന് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇപ്പം നമുക്ക് ഇച്ചിരി വെള്ളം കൂടുതലൊക്കെ തോന്നും, പക്ഷേ ഓൾറെഡി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. നാളികേരം എല്ലാം നമ്മൾ മിക്സ് ചെയ്തതിന് കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ തണുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയും സിമ്പിൾ വേയിൽ തയ്യാറാക്കുന്ന നമ്മുടെ നാടൻ രീതിയിലുള്ള വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.
tuned, be happy and keep smiling. Thank you for watching and bye-bye.